സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഈ ജാനുവരി മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഏതൊക്കെ കൃഷികളാണ്, ഏതൊക്കെ ചെടികളാണ് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജാനുവരി മാസം നമ്മൾ ഓരോ സീസൺ നോക്കി നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവ് കിട്ടും. നമ്മൾ പച്ചക്കറികളൊക്കെ സീസൺ നോക്കി നടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ സീസണിൽ നടാവുന്ന കുറേ ചെടികളുണ്ട്, അല്ലാതെ എല്ലാ സീസണിലും നടാൻ പറ്റിയ കുറച്ച് ചെടികളുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ സീസണിൽ നടാൻ പറ്റിയ ചെടികളെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ക്യാബേജിൻ്റെ തന്നെ വയലറ്റ് ക്യാബേജാണ്. അപ്പോൾ ഇതിൽ വയലറ്റ് എല്ലാ ടൈപ്പ് ക്യാബേജുകളും നടാം, കോളിഫ്ലവർ നടാം, ബീറ്റ്റൂട്ട് നടാം, ക്യാരറ്റ് നടാം. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ജാനുവരി നമുക്ക് മഞ്ഞ് ഒത്തിരി വൈകിയാണ് വന്നേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്തും ഈ ശീതകാല പച്ചക്കറികളെല്ലാം തന്നെ നട്ടുകൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ സമയത്ത് നടാൻ പറ്റിയ ഒന്നാണ് അമര. ഇത് കുറ്റി അമരയാണ്. ഇതിപ്പോൾ വള്ളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂമ്പൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് കുറ്റിയായിട്ട് വളർന്നോളും. കുറ്റി അമര, അതേപോലെ തന്നെ വള്ളി അമര, ചതുരപ്പയർ, അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും നടേണ്ട സമയമാണ് ഇപ്പോൾ ഈ ജാനുവരി മാസം. ഡിസംബർ മാസം തൊട്ട് നമുക്ക് നടാം. മഞ്ഞ് സമയത്താണ് ഇവ ഉണ്ടാവുക. കാരണം നമുക്കിപ്പോൾ മഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്ന് കായ്കളായിക്കോളും. പിന്നെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയ മറ്റൊന്നാണ് ചീര കേട്ടോ. ചുമന്ന ചീര, പച്ചച്ചീര, നമ്മൾ ഒത്തിരി ചീരകളുടെ വേറെ ചീരകളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ചീരകളും നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കാം. പിന്നെ നമുക്ക് നടാൻ പറ്റിയ ഒന്നാണ് മുളക് കേട്ടോ. ഇത് മുളകാണ്. ഇത് നമ്മുടെ ഉജ്ജല മുളകാണ്. അതേപോലെ തന്നെ പിന്നെ ഞാൻ കുറച്ച് വേറൊരു മുളക് മേടിച്ചിട്ടുണ്ട്. ഇത് ക്യാപ്സിക്കമാണ് കേട്ടോ. ഇത് നമ്മുടെ പച്ച ക്യാപ്സിക്കാണ്. അപ്പോൾ ഈ ക്യാപ്സിക്കം, അതേപോലെ തന്നെ മുളകുകൾ, എല്ലാ ടൈപ്പ് മുളകുകളും നമുക്ക് എല്ലാ സീസണിലും നടാൻ പറ്റിയ പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ ജാനുവരി മാസം മഞ്ഞുള്ള സമയത്ത് എല്ലാ പച്ചക്കറികളും നല്ല ഭംഗിയായിട്ട് വളരും, നന്നായിട്ട് നമുക്ക് കായ്ഫലം തരുകയും ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ പയർ വർഗ്ഗത്തിൽപ്പെട്ട എല്ലാം നമുക്ക് നട്ടു കൊടുക്കാം. നമ്മുടെ സാധാരണ കുറ്റിപ്പയർ, വള്ളിപ്പയർ, ചുവന്ന പയർ, അങ്ങനെയുള്ള എല്ലാ പയറുകളും നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നടാൻ പറ്റിയതാണ് കേട്ടോ വെണ്ട. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കണത് ചുമന്ന വെണ്ടയാണ് കേട്ടോ. ചുമന്ന വെണ്ടയുടെ തൈകൾ വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ ഒരു തൈക്ക് 3 രൂപയുള്ളൂ വില. അപ്പോൾ ഇത്രയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് നഴ്സറികളിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ തൈകൾ വാങ്ങിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളർന്ന് വലുതാവും. അല്ലെങ്കിൽ വിത്തുകൾ പാകി മുളപ്പിച്ചാലും മതി. അപ്പോൾ ഏത് ടൈപ്പ് വെണ്ടകളും നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കാം. പിന്നെ നമുക്ക് നടാൻ പറ്റിയ ഒന്നാണ് ഈ മഞ്ഞ് സമയത്ത് നടാൻ പറ്റിയത് തണ്ണിമത്തനാണ് കേട്ടോ. തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി, അങ്ങനെയുള്ള നമ്മൾ നമുക്ക് നല്ല വെയിൽ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഇതുപോലത്തെ ഫ്രൂട്ട്സിൻ്റെ ഇതുപോലത്തെ തൈകൾ നമുക്ക് നട്ടു കൊടുക്കാം. തണ്ണിമത്തൻ, അതേപോലെ തന്നെ പൊട്ടുവെള്ളരി ഒക്കെ നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. പൊട്ടുവെള്ളരി കൂടാതെ നമ്മുടെ കറികൾ വെക്കുന്ന വെള്ളരിയും, അങ്ങനെയുള്ള കുക്കുംബർ, അതേപോലെ തന്നെ മത്തൻ, സാധാരണ മത്തൻ, കുമ്പളം, ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കാം. പിന്നെ നമുക്ക് നടാൻ പറ്റിയതാണ് പയർ ഞാൻ പറഞ്ഞതാണ്. അതുകൂടാതെ പാവൽ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റും. നന്നായിട്ട് കായ്കൾ പിടിക്കുന്ന സമയമാണിപ്പോൾ. അതുപോലെ തന്നെ പടവലം, നമുക്ക് ഈ പടവലം, പീച്ചിൽ, അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ ജാനുവരി മാസത്തിൽ നട്ടു കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നടാൻ പറ്റിയതാണ് തക്കാളി കേട്ടോ. തക്കാളി ഞാൻ ഇവിടെ ഓൾറെഡി നട്ടിട്ടുണ്ട്. തക്കാളി നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന പച്ചക്കറിയാണ്. അപ്പോൾ നമ്മൾ ഈ സീസൺ നോക്കിയിട്ട് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടും. നമ്മൾ ഈ സീസൺ ഇല്ലാതെ നമ്മൾ ഈ അമര പോലെയുള്ള, അതുമാതിരി ചതുരപ്പയർ പോലെയുള്ള കൃഷികൾ നമ്മൾ സീസണിൽ നട്ടില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയുള്ളൂ, നമുക്ക് കായ്ഫലം കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള പച്ചക്കറികൾ നമ്മൾ സീസൺ നോക്കി നടുക. അപ്പോൾ നമുക്ക് നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് കൃഷി ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്